പലതരം ചേരുവകൾ. നമ്മുടെ ഹെഡിങ് കണ്ടുകൊണ്ട് മുട്ടച്ചായ കൊള്ളൂല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പം തുടങ്ങി പശുവുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാലിന് പകരം മുട്ട വയ്ക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരുത്ത പറഞ്ഞ് കേട്ട് അങ്ങനെ ചെയ്തു നോക്കിയതാണ്. ഇതിന് മുമ്പൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടി ഭംഗിയാക്കാൻ നോക്കിയപ്പോൾ ഉള്ളതും കൂടി ഇല്ലാണ്ടായി. ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ടയുടെ ഉണ്ണിയാണ് ഇട്ടെടുത്തേക്കണേ. ഒരു ചായക്ക് 1 മുട്ടയുടെ ഉണ്ണി വേണ്ടി വരും കേട്ടോ. അത് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സാധാരണ ചായ തിളപ്പിക്കുന്നത് പോലെ ചായക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വയ്ക്കുക. പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുക്കാം. കടുപ്പം നമുക്ക് പാൽ ചായയുടെ അനുസരിച്ച് ഇടാം കേട്ടോ. പാൽ ചായക്ക് എന്തോരം കടുപ്പാണ് പറഞ്ഞാൽ അതനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിച്ചിട്ട് മുട്ടയിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കണമായിരുന്നു. എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചായ അരയ്ക്കാതെ അങ്ങനെ തന്നെ മുട്ടയിലേക്ക് അങ്ങ് ഒഴിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് അരിച്ചെടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് അരിക്കാൻ പറ്റില്ല. അരിച്ച് കഴിഞ്ഞിട്ട് മുട്ടയിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. മുട്ടയുടെ ചുവയൊന്നും വന്നില്ല കേട്ടോ. ചായ നല്ലതാണ്. പക്ഷെ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ. 2 ഗ്ലാസ് വെള്ളവും 2 മുട്ടയുടെ ഉണ്ണി ഉണ്ടായിട്ട് ആകെ എനിക്ക് കിട്ടിയത് 1 ഗ്ലാസ്സാണ്. അത് ഒരു കണക്കിനാണ് അരിച്ചെടുത്തത്. പക്ഷേ ഇതും കുടിക്കാൻ പറ്റിയില്ല. ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചായയുടെ ചൂടൊക്കെ ആറിപ്പോയി. പാൽ ചായ ചൂടില്ലാണ്ട് ആരും കുടിക്കാനാ, അതും മുട്ടച്ചായ. അങ്ങനെ രണ്ടാമത് ചൂടാക്കാൻ വെച്ചപ്പോഴത്തേനും അത് പിരിഞ്ഞുപോയി. സംഭവം പാൽ ചായയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.